നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇയാളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി വിഷ്ണുവേട്ട. ശാരദാമ്മയുടെ കാര്യം ഓർത്തിട്ടാവും. അതുകൊണ്ട് കുറച്ചു നേരം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്രയാണെന്നറിയോ? അതൊരു കുഴപ്പമില്ല, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷെ യാത്ര പറഞ്ഞു പോരുമ്പോ എന്തോ പറയാൻ ബാക്കിയുള്ളത് പോലെ. ആർക്ക്? അമ്മയ്ക്കാണോ അതോ എനിക്കാണോ? ആർക്കറിയാം. അതിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ള അടി അല്ലേ? എടോ, ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഇയാൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇയാളെ സംരക്ഷിക്കുന്നില്ല, ഒരു ഭാര്യയ്ക്ക് വേണ്ട കരുതലും കാവലും ഒന്നും തരുന്നില്ല എന്ന്? അങ്ങനെയൊന്നും പറയല്ലേ. പുറത്തും നെഞ്ചു വിരിച്ച് വലിയ കേടിയായിട്ടൊക്കെ നിൽക്കുന്ന വിഷ്ണുവിന്റെ ശിരസേ അമ്മയ്ക്ക് മുമ്പിൽ എത്തുമ്പോൾ താഴുന്നോന്ന് ഒരു വട്ടെങ്കിലും തോന്നിയിട്ടില്ല ഇയാൾക്ക്? ഇയാളെ എനിക്ക് മനസ്സിലാവും. ഇയാൾക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും പ്രസവിച്ച് വളർത്തിയ അമ്മയാ അത്. അമ്മ ചെയ്യുന്നതൊക്കെ അമ്മയുടെ കാഴ്ചപ്പാടിൽ ശരി തന്നെയാ. ഇന്നലെ ജീവിതത്തിലേക്ക് കയറി വന്ന് എനിക്ക് വേണ്ടി അതൊക്കെ ചോദ്യം ചെയ്യുകയും വഴക്കിടുകയും ചെയ്ത അത് എല്ലാ മനസ്സുകളെ മുറിപ്പെടുത്തേ ഉള്ളൂ. ചിലടത്ത് വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നറിഞ്ഞ് നമ്മളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഒരു അവസാന ജയത്തിന്റെ പ്രതീക്ഷയുണ്ട്. എല്ലാ സത്യങ്ങളും അവർ തിരിച്ചറിയുമ്പോൾ നമ്മളെ നേടുന്ന ജയത്തിന്റെ മധുരം അത് കൂടുതലായിരിക്കും. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇയാളെ തന്നെ എനിക്ക് കിട്ടിയതേ എൻ്റെ ഭാഗ്യ. അതിന് പിന്നിലൊരു അമ്മയുണ്ട്. അമ്മ പറഞ്ഞു പഠിപ്പിച്ചതായതൊക്കെ. ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി പെറ്റമ്മയെ തള്ളി പറയുന്ന ഒരാള് നാളെ മറ്റൊരു പെണ്ണിനെ കാണുമ്പോ അവളെ തള്ളി പറയില്ലെന്ന് എന്താവും? എല്ലാ ഭാര്യമാരും മനസ്സിലാക്കി വെക്കേണ്ടതാ ഇതൊക്കെ. പക്ഷെ എല്ലാം അറിയുന്ന അമ്മയുടെ ജീവിതം മാത്രം. അതെ, എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അല്ല, ഇയാളെ കഴിച്ചതാണോ? അല്ല, എനിക്ക് വേണമെന്നില്ല. നിക്ക്, ഞാനും വരാം. നമുക്കൊന്നിച്ച് കഴിക്കാം. എന്നവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.